Okay. പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് 2. ഉറപ്പായ ചോദ്യോത്തരങ്ങൾ. ഇത് നിങ്ങൾ പഠിക്കാതെ ക്വിസിന് പോകരുത്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? ഉത്തരം 1974 ജൂൺ 5. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രൊഫസർ R മിശ്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധാ പട്കർ. അടുത്ത ചോദ്യം, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മസനോബു ഫുക്കുവോക്ക. അടുത്ത ചോദ്യം, പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അടുത്ത ചോദ്യം, 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം KM മുൻഷി. അടുത്ത ചോദ്യം, സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം കാവുകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഗുജറാത്തിലാണ് ഈ സാങ്ച്വറി അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത്? ഉത്തരം ദുംഗ്വ ദേശീയോദ്യാനം. അത് ഉത്തരാഖണ്ഡിലാണ് ദുംഗ്വ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. അടുത്ത ചോദ്യം, പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? ഉത്തരം 1992. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNDP, യുണൈറ്റഡ് നാഷണൽ എൻവിറോൺമെൻ്റൽ പ്രോഗ്രാം എന്നതാണ് UNEPയുടെ മുഴുവൻ പേര്. അടുത്ത ചോദ്യം, ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ്? LED വിളക്കുകൾ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LED-യുടെ മുഴുവൻ പേര്. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? ഉത്തരം പ്രാവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? ഉത്തരം നെയ്യാർ. അടുത്ത ചോദ്യം, കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? ഉത്തരം വേപ്പ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, ലോക ഭൗമദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. അടുത്ത ചോദ്യം, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യ വന്യജീവി സങ്കേതം? ഇതാണ് ഇന്നുള്ള ബോണസ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളെല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക. നന്ദി.